എല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പം മുഖവുര ആവശ്യമില്ലാത്ത 4 പാനലിസ്റ്റുകളാണുള്ളത്. ഇന്നത്തെ വിഷയം തികച്ചും നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പൊതു തീമുമായിട്ട് വളരെ ഐക്യപ്പെടുന്നതാണ്. ബിയോണ്ട് ദ ബൗണ്ടറീസ്, റൈറ്റിംഗ് ദ ഫ്രജൈൽ വേൾഡ്. ഒരർത്ഥത്തിൽ നമ്മൾ പറയും എല്ലാവരും തുല്യരാണ്. ഈ തുല്യരായിരിക്കുമ്പോഴും ഓരോരുത്തരും ഏതെങ്കിലും അർത്ഥത്തിൽ വ്യതിരിക്തരാണ്. ഞാൻ എൻ്റെ ചുറ്റുമുള്ള 4 പേരെയും അവർ അവരവരുടേതായ ലോകത്ത് ഒരു നിമിഷം തനിക്ക് ചുറ്റുമുള്ള ലോകം വളരെ ദുർബലമാണെന്ന്, ഒരുപക്ഷെ വളരെ ഫ്രജൈലാണെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞ് അതിജീവനം സാധ്യമായവരാണ്. ഫ്രജിലിറ്റി, ഓരോരുത്തരുടെയും ഫ്രജിലിറ്റിയുടെ തലം ഒരുപക്ഷെ പലതായിരിക്കാം. അധിക മുഖവുരകളില്ലാതെ 4 പാനലിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് 4 പേർക്കും സമയം ലഭ്യമാക്കേണ്ടതാണ് ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. അതിൽ എത്രത്തോളം സമയം കുറച്ച് ഞാൻ സംസാരിക്കുന്നു അത്രത്തോളം കൂടുതൽ അവർക്ക് സംസാരിക്കാനാവും. ഞാൻ ശ്രീ ജിജോ കുര്യാക്കോസിൽ നിന്നും ആരംഭിക്കുകയാണ്. ജിജോ കുര്യാക്കോസ് ഇവിടെയുള്ള മറ്റ് അതിജീവിതരിൽ നിന്നും അല്പം വ്യത്യസ്തനാണ്. കാരണം എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സമയത്ത് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പുറത്ത് കടന്ന് ആ പോരാട്ടം തുടരുന്നയാളാണ്. ലോകത്തിലൊരുപക്ഷെ ഏറ്റവും ശക്തമായ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിൽ ഒന്ന് ഹെട്രോപേട്രിയാർക്കിയാണ്. ആ കേരളത്തിൽ പ്രത്യേകിച്ചും ഹെട്രോപേട്രിയാർക്കിയുടെ പുറത്ത് കടന്നുകൊണ്ടുള്ള ജിജോയൊക്കെ പോലെയുള്ള ക്വിയർ മനുഷ്യരുടെ അതിജീവനം, അത് സാധ്യമായ രീതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ 2 ദിവസം മുമ്പ് യൂട്യൂബിൽ റിലീസായ വെളിപാട് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ജിജോയോട് ഒരു ചോദ്യമായിട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ചോദ്യം വയ്ക്കുന്നു. ചോദ്യം ഇതാണ്: എങ്ങനെയാണ് പൊളിറ്റിക്സ് ഓഫ് സർവൈവൽ എന്നുള്ള തീമിൽ ഏത് നിമിഷമാണ് ഈ തനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഫ്രജിലിറ്റി, ഒരുപക്ഷെ തൻ്റെ തന്നെ ഫ്രജിലിറ്റി, അത് അദ്ദേഹമാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഫ്രജൈൽ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തിന് ഫ്രജൈൽ അല്ല എന്ന് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിജീവനം സാധ്യമാകുന്നത്? അതിന് ആർട്ട് ഏത് തരത്തിൽ, ഒരു ഫിൽം മേക്കർ എന്നുള്ള രീതിയിൽ, ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള കരിയർ, ഒരു ഫിൽം മേക്കർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റൻസ്, അത് അദ്ദേഹത്തെ ഏത് രീതിയിൽ അതിജീവനം സാധ്യമാക്കുന്നതിൽ സഹായിച്ചു? നന്ദി റോബിൻ സാർ. എല്ലാവർക്കും പ്രണയദിനാശംസകൾ. പ്രണയത്തിൽ വിശ്വസിക്കുന്നവർക്കും പ്രണയം പറ്റാത്തവർക്കും എല്ലാവർക്കും. കോഴിക്കോടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കിഷോറിനെ ഓർക്കാതെ എനിക്കൊരിക്കലും ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ കിഷോറിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. 2 വർഷം മുമ്പ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമാ ഗ്രന്ഥത്തിലുള്ള അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹം. നിർഭാഗ്യവശാൽ 1.5 വർഷം മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് പാലാഴി സ്വദേശിയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി സ്വർഗാനുരാഗി ആണെന്ന് പൊതുവിടത്തിൽ വെളിപ്പെടുത്തിയ ഒരു പുരുഷനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അതിജീവനം സാധ്യമായില്ല. കിഷോർ എപ്പോഴും പറയുമായിരുന്നു ഭാഷയിൽ കൂടെ വിപ്ലവം സാധ്യമാകുമെന്നുള്ളത്. ഇപ്പം സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഈ ഇൻക്ലൂഷനെ കുറിച്ചുകൂടെ പറയാനാകുന്നത്, ഭാഷയിൽ എങ്ങനെയാണ് വളരെ രസകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. ഇപ്പം ഞാൻ ഒരു ഗേ ആണെന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് സ്വർഗാനുരാഗി എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് സ്വർഗരതി എന്ന വാക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മൾ നിരന്തരമായി സാംസ്കാരിക, സാഹിത്യ, പത്രപ്രവർത്തന ഇടങ്ങളിൽ പറയും ഈ സ്വർഗാനുരാഗികളെ കേവലം രതിയുടെ അടയാളത്തിൽ തളച്ചിടരുതെന്ന് പറയും. കാരണം നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് രതി സംബന്ധിയായ വിഷയം മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം ഹെട്രോനോർമേറ്റീവ് പ്രണയം പറയുന്നിടത്ത് അതല്ലാത്ത പ്രണയത്തെ സൂചിപ്പിക്കാൻ വളരെ മനോഹരമായി കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ, മാധവിക്കുട്ടി ഉപയോഗിച്ച സ്വർഗ പ്രണയം എന്ന വാക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്വർഗാനുരാഗി, സ്വർഗപ്രണയം എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു 10 വർഷത്തെ കുറേ ആളുകളുടെ നിരന്തരമായ സാഹിത്യപരമായ ഇടപെടൽ കൊണ്ടാണ് നമുക്കിപ്പോൾ സ്വർഗാനുരാഗി എന്ന് പറയാൻ പറ്റുന്നത്. ഈ സ്വർഗാനുരാഗിയുടെ ഇംഗ്ലീഷ് ഹോമോസെക്ഷൽ ഗേ എന്ന് പറയുമെങ്കിലും ആ സ്വർഗാനുരാഗത്തിനൊരു മനോഹാരിത മലയാളത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തമിഴ് സ്വർഗാനുരാഗിക്ക് മകിഴ്വൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഭാഷാപരമായ സവിശേഷതയാണ്, അവരുണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിർമ്മിത ബുദ്ധി എന്നാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധിയെ നമ്മൾ കൃത്രിമമെന്ന് വിളിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ഭാഷയിൽ കൂടെ എങ്ങനെ നമുക്ക് പുതിയ സംഭവങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നും ഇന്നും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട്. കാരണം ഭാഷയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. പ്രണയദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണത്തോടെ പറയാം. സൂഫി സുജാത എന്ന സിനിമ ഒരു പക്ഷേ നിങ്ങൾ കണ്ടതാണോ? അതിനകത്ത്
സൂഫി സുജാതയോട് എത്ര വയസ്സ് പ്രായമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു രംഗം. നമ്മളെ മലയാളികൾ പ്രായം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചെന്ത് ചോദിക്കും? കണ്ടാൽ എത്ര തോന്നും എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. പക്ഷേ സുജാത ഭയങ്കര രസകരമായി കണ്ണിന് ചുറ്റും കൈകൾ വെച്ചിങ്ങനെ അവളുടെ പ്രായം അവളുടെ ഭാഷയിൽ, കാരണം സുജാതയുടെ ഭാഷ ആംഗ്യ ഭാഷയാണ്, 22 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായി സൂഫി പറയുകയാണ്, 22-ന് ഇത്രയും മനോഹാരിത ഞാൻ വേറൊരു ഭാഷയിലും കണ്ടിട്ടില്ല എന്നുള്ളത്. 22-ൻ്റെ മനോഹാരിത മലയാള ഭാഷയിലല്ല, ആംഗ്യ ഭാഷയിൽ എന്നാണ് അവിടെ ആ പ്രത്യേക വാചകം എഴുതിയാൽ സൂചിപ്പിക്കുന്നത്. ഇത്തരം മനോഹാരിതകൾ മനുഷ്യരുടെ വൈവിധ്യത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന അടിസ്ഥാന രാഷ്ട്രീയമാണ് ക്യൂർ മനുഷ്യർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അതെന്തോ പ്രശ്നമാണ്, മാനസികാരോഗ്യ പ്രശ്നമാണ്, പള്ളിയുടെ കാഴ്ചപ്പാട് നോക്കിയാൽ പാവമാണ്. ഞാനൊരു പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരും ഞാനൊക്കെ പള്ളിയച്ഛനാവേണ്ട ആളായിരുന്നു, എന്തുകൊണ്ടോ ആയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു തലമുറയിൽ ഒരു പള്ളിയച്ഛനുണ്ട്, അടുത്ത തലമുറ ആളിലും വരണം. പക്ഷെ അത് നിരന്തരമായിട്ട് സ്വർഗാനുരാഗം പാപമാണെന്ന് പറയുന്നിടത്ത് അത് തുറന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് പറയാൻ എങ്ങനെ പറയും? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ റെഫറൻസുകൾ വേണം, സബ് ടെക്സ്റ്റുകൾ വേണം, സെക്കൻഡറി മെറ്റീരിയൽസ് വേണം. വിദേശത്ത് കേൾക്കാറുണ്ട് ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു കുടുംബം എടുത്താൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം നമുക്കിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന തരത്തിലുള്ള അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയെടുത്തേണ്ടതുണ്ട്. അപ്പം ഒരാൾ സ്വർഗാനുരാഗിയെന്ന് പറയുന്ന ഒരു അതിജീവന പ്രശ്നം എന്ന് പറയുന്ന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക സാഹിത്യ ഇടപെടൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ധാരാളം സിനിമകൾ, ഇപ്പോൾ സാഹിത്യത്തിൽ KR മീരയുടെ കമ്മിങ് ഔട്ട് എന്ന കഥ, CS ചന്ദ്രയുടെ കനി എന്ന കഥ, CV ബാലകൃഷ്ണൻ്റെ എഡ്വിൻ പോൾ എന്ന കഥ എന്നീ ചുരുക്കം ചില കഥകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്വർഗപ്രണയം സ്വർഗാനുരാഗമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പുരുഷ സ്വർഗപ്രണയം പരാമർശമുള്ള കഥകളെല്ലാം തന്നെ സാഹചര്യപരമായിട്ടുണ്ടാകുന്ന ഒരു രതി ഇടപെടലാണ് സ്വർഗാനുരാഗം തരത്തിലുള്ള കഥകളായിരുന്നു. അതിനോട് നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പ് വേണ്ട. കാര്യം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രമല്ല പ്രണയം, നമ്മുടെ ഒരു സ്വത്വപരമായൊരു വിഷയം കൂടാണ്. അപ്പം അതുകൊണ്ടാണ് 2018 സുപ്രീം കോടതി പറഞ്ഞത് മനുഷ്യ ലൈംഗികതയുടെ സ്വാഭാവിക വ്യത്യസ്തതയാണ് സ്വർഗാനുരാഗം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ എനൽ സെക്സ് ചെയ്യാമെന്നല്ല. IPC 370 ഭേദഗതി ചെയ്തുകൊണ്ട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ മനുഷ്യരെക്കുറിച്ച് എവിടെയൊക്കെ സംസാരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് മനുഷ്യൻ്റെ വ്യത്യസ്തതയെ സൂചിപ്പിക്കാൻ ജാതി മതം ലിംഗം എന്ന് പറയുന്ന പോലെ, ദേശം ഈ വ്യത്യസ്തത പറയുന്ന പോലെ, ഭാഷ ദേശം എന്ന വ്യത്യസ്തത പറയുന്ന പോലെ ലൈംഗികതയുടെ വ്യത്യസ്തതയും പറയണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ വ്യത്യസ്തത എത്ര കണ്ട് സിനിമയിൽ കൂടെ അവതരിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയുണ്ട്. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എപ്പോഴും മിസ്സിങ് ആണ്. ഇപ്പോൾ ദളിത് മനുഷ്യരുടെ കാര്യം പറയാൻ ദളിത് മനുഷ്യർക്ക് പറയുന്നത് പോലെ പറ്റുന്നത് പോലെ, ലൈംഗിക തൊഴിൽ ചെയ്യുന്ന മനുഷ്യരുടെ കാര്യം പറയാൻ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന മനുഷ്യർക്ക് പറ്റുന്നത് പോലെ, കന്യാസ്ത്രീകളുടെ കാര്യം പറയാൻ കന്യാസ്ത്രീകൾക്ക് പറ്റുന്നത് പോലെ, അല്ല ഓരോ ജീവിതാനുഭവത്തിൽ നിന്നുള്ള ആളുകളുടെ കാര്യങ്ങൾ തന്നെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്സ് ഇത്തരം കഥകളിലും സിനിമകളിലും മിസ്സിങ് ആയതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ സിനിമ ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ പ്രണയം ഉണ്ടാവാം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നോക്കി നടന്നാൽ മതി. അപ്പം ക്യൂർ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു അധിക സാമൂഹിക സമ്മർദ്ദം കൂടെ അവിടെ വരികയാണ്. കാരണം നമ്മൾ നിരന്തരമായി പരിചയപ്പെടുന്ന ഓരോ മനുഷ്യരുടെ അടുത്തും നമ്മൾ കമ്മിങ് ഔട്ട് നടത്തേണ്ടതായി വരുന്നുണ്ട്. ഒരു ക്യൂർ മനുഷ്യനായി എനിക്കൊരു പ്രണയം നിലവിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഇനി പ്രണയം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനെന്ന വ്യക്തിയുടെ നിലനിൽപ്പ് ഈ പറഞ്ഞ പോലെ ഹെട്രോ നോർമേറ്റീവ് പാർട്ടിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ കലഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം എറണാകുളം പോലെ സ്ഥലത്തൊരു വാടകയ്ക്ക് വീട് കിട്ടാൻ പാടാണ്, ചിലപ്പോൾ തൊഴിലിടങ്ങളിൽ പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര തൊഴിൽ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ബിരുദാനന്തര ട്രാൻസ്ജെൻഡറുകൾക്ക് 2 അധിക സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എത്ര കോളേജുകൾ വിദ്യാഭ്യാസങ്ങൾ ട്രാൻസ്ജെൻഡർ ആളുകൾ ദൃശ്യരാണ്? അവരുടെ കാര്യം മാറ്റി നിർത്തുമ്പോൾ സ്വർഗാനുരാഗികളുടെ ദൃശ്യതയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മനുഷ്യർക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക ഇടമാണോ കേരളം എന്ന് ചോദിച്ചാൽ നിലവിലല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഏറ്റവും അടിസ്ഥാനപരമായി മാനസികാരോഗ്യം, ഒരു മനുഷ്യന് എനിക്കെന്തോ കുറവുണ്ടെന്ന് ചിന്തിച്ച് ജീവിതകാലം മൊത്തം നീറി കഴിഞ്ഞ് ആത്മഹത്യയിലേക്ക് സ്വയം തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ക്യൂർ മനുഷ്യർക്കുള്ളത്. എല്ലാ മാസവും എവിടെയെങ്കിലും ഒരു ക്യൂർ വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പെട്ടെന്നൊരു ദിവസം സർക്കാരോ സാഹിത്യ സാംസ്കാരിക ഇടങ്ങളോ ഉൾക്കൊള്ളിക്കണമെന്നില്ല. ക്യൂർ മനുഷ്യർ തന്നെ അവർക്ക് വേണ്ടി കഥകൾ പറഞ്ഞും എഴുതിയും സിനിമകൾ ചെയ്തും ഏതെങ്കിലും കാലത്ത് അത് സ്വാഭാവിക കാര്യമായി വരും. അതൊരു വിപ്ലവം എന്നാണോ വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിജീവനം തന്നെയാണ്. താങ്ക് യു ജിജോ. ലോകത്തിലെ ഏറ്റവും സോളിഡ് സ്ട്രക്ചേഴ്സിലൊന്നാണ് യഥാർത്ഥത്തിൽ കാത്തലിക് ചർച്ച്. കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിൻ്റെ ഇമേജ് വളരെ പരിചിതമായൊരു ഇമേജ് ആയിരിക്കാം. ആഗോള കത്തോലിക്ക സഭയെ പരിചയമുള്ളവർക്കും തീർച്ചയായും. 2008 ആമേൻ എന്ന പുസ്തകം, ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ്. പക്ഷെ ആ വാക്കിന് റെസിസ്റ്റൻസ് എന്നുള്ള മറ്റൊരു തലമുണ്ടെന്ന് വളരെ മനോഹരമായി തൻ്റെ ആത്മകഥയിലൂടെ സിസ്റ്റർ ജസ്മി സൂചിപ്പിച്ചു. എൻ്റെ ചോദ്യം, അതിജീവനം
സ്വാഭാവികമായിട്ടും സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ ഓരോന്നിനെയും പെറുക്കി വെച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യവസ്ഥ, വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനുള്ളിൽ തൻ്റെ സ്വത്തം ഇതല്ല, ഞാൻ അതിനെയും ഒരു കമ്മിങ് ഔട്ട് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കമ്മിങ് ഔട്ട്, മടത്തിൽ വിടുക, സിസ്റ്റർ തന്നെ ഉപയോഗിച്ചൊരു പദമാണ്. അപ്പം എങ്ങനെയാണ് ഈ കമ്മിങ് ഔട്ട് സാധ്യമാവുന്നത്, കമ്മിങ് ഔട്ടും അതിനെ തുടർന്നുള്ള അതിജീവനവും സാധ്യമാവുന്നത്? ഒന്നാമത് ആ ടൈറ്റില് ഫ്രജൈൽ വേൾഡ് എന്ന് എഴുതിയത് എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. അതൊരു ഫ്രജൈൽ വേൾഡാണോ? ഒരു തരത്തിൽ നോക്കിയാൽ അല്ല, അതൊരു സ്ട്രോങ് മാസീവ് സ്ട്രക്ചറാണ്. ഈ കാത്തലിക് ചേർച്ചെന്നോ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ ഹെട്രോജനസ് ഉള്ള സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചറുണ്ട്. അത് ഫ്രജൈലാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. മുൻ MLA രാജാജി മാത്യു തോമസ് ഒരിക്കൽ വന്ന് ചോദിച്ചു, നിങ്ങളുടെ കോളേജുകളിലും നിങ്ങളുടെ മഠങ്ങളിലും ഒക്കെ സ്ട്രക്ചറിന് പുറത്ത് ഭയങ്കര ഉയരമുള്ള മതിലുകളാണ് ജയിലിലേതുപോലെ എന്ന്. ആ കമ്പാരിസൺ, ജയിലിൽ അവർ ചാടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നല്ല ഉയരത്തിൽ നല്ല സ്ട്രോങ് മതിൽ കെട്ടും, ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെടുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ രക്ഷപ്പെടാതിരിക്കാനാണ് അങ്ങനെ. അതുപോലെയാണല്ലോ നിങ്ങളുടെ മഠങ്ങളിലെയും കോളേജുകളിലെയും ഒക്കെ മതിലുകൾ ഇത്രയും ഉയരത്തിൽ സ്ട്രോങ് ആയി പണിയുന്നതെന്ന്. ഒരു തരത്തിൽ ശരിയാണ്, രക്ഷപ്പെടരുതാരും. ഞാൻ രക്ഷപ്പെട്ടതൊരു ഭാഗ്യമാണ്. രക്ഷപ്പെടാൻ സാധാരണ സിസ്റ്റേഴ്സിന് സാധിക്കാറില്ല. ആഗ്രഹിക്കുന്നവരിപ്പോഴും ധാരാളം അതിനുള്ളിലുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ ഫ്രജൈലാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇത് തുറന്ന് പറയുന്ന അന്ന് 17 കൊല്ലങ്ങൾക്ക് മുൻപ്, അന്ന് വരെ ആരും അത് തുറന്ന് പറയുകയോ എഴുതുകയോ ചെയ്യാത്തൊരു സമയത്ത് എന്നോട് പറഞ്ഞു, ഇത്ര മാസീവ് സ്ട്രക്ചറായിട്ടുള്ള ഒരു കാത്തലിക് ചേർച്ചിനെ ആ ഒരു വാളുമേ അല്ലെങ്കിൽ ആ സ്ട്രക്ചറുമേ നിങ്ങൾ എത്ര മുഷ്ടി ചുരുട്ടി ഇടിച്ചാലും അവർക്കൊന്നും ഏശില്ല. പിന്നെ എന്താ കാര്യം? അപ്പോൾ ഇതൊരു നിഷ്ഫലമായ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റും ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് സിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് അന്ന് വന്ന കുറേ പേര് ചോദിച്ചത്. അപ്പോൾ അതിനിടയിൽ ഒരാൾ പറഞ്ഞ, ജേർണലിസ്റ്റ് തന്നെ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, ഇടയിൽ ഉത്തരവും പറയുന്നുണ്ട്. അവർ പറഞ്ഞു, ഒരുപാട് പേര് മുഷ്ടി ചുരുട്ടി അവിടെ ഇടിക്കുമ്പോൾ, കുറച്ച് ചോര പൊടിഞ്ഞ് കാണുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് ചോദിക്കും, എന്താ ഇവിടെ ചോരപ്പാടുകളുണ്ടല്ലോ, സംതിങ് ഇസ് റോങ് എന്നൊരാശയമെങ്കിലും കിട്ടുമല്ലോ എന്ന്. പിന്നെ ഫ്രജൈൽ എന്നുള്ളതിന് വേറൊരു അർത്ഥത്തിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഒരു മേക്ക് ബിലീഫ് വേൾഡാണ്, ഒരു ആർട്ടിഫിഷ്യൽ വേൾഡാണ്, നാച്ചുറൽ അല്ല, അല്ലാത്ത എന്തോ ഒന്ന് ഉണ്ടാക്കി വെച്ച്. ഞാനൊക്കെ അതിൽ മനസ്സായിട്ട് പോയതാണെങ്കിൽ കൂടി ഞാൻ ഉദ്ദേശിച്ച ഒരു മഠജീവിതമല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടത്. ഇവിടെ ദൈവമില്ല എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതം കാണിക്കുന്ന ഒരു ഇറ്റാലിയൻ ഫിലിമിൽ സിസ്റ്റേഴ്സ് ഓടി രക്ഷപ്പെടുന്നത്, ഇവിടെ ദൈവമില്ല. അപ്പോൾ പലരും അന്നും എന്നെ ചോദ്യം ചെയ്യാൻ വന്ന് ജേർണലിസ്റ്റ് ചോദിച്ചു, ഇങ്ങനെയാണോ സിസ്റ്റർ രക്ഷപ്പെട്ടത്? ഞാൻ പറഞ്ഞു, അതെ, അവിടെ ദൈവമില്ല, ദൈവം ഇറങ്ങിപ്പോയ സഭ അല്ലെങ്കിൽ മഠങ്ങൾ എന്നായി മാറിയതുകൊണ്ട് അതൊരു മേക്ക് ബിലീഫാണ്. നമ്മൾ ടെന്നസി വില്യംസിൻ്റെ ദ ഗ്ലാസ് മെനാജറി, അതൊരു ഫ്രജൈൽ വേൾഡാണ്, അതല്ല യാഥാർത്ഥ്യം. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു ഫ്രജൈൽ വേൾഡാണ്. ഇറങ്ങി നമ്മൾ എഴുതി കഴിയുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഈ മാസീവ് സ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിലും, അത് പുറമെ കാണുമ്പോൾ അങ്ങനെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും സത്യത്തിൽ അതിൻ്റെ ഉള്ളിലെ ഒരു അൺനാച്ചുറൽ ഫ്രജൈൽ വേൾഡ് തന്നെയാണെന്നുള്ളത് ആ ടൈറ്റിൽ വെച്ചിട്ട്. പിന്നെ എങ്ങനെയാണ് അതിജീവനം സാധ്യമാകുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ജീസസ് എനിക്കതിനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വയ്ക്കാൻ. ഡൽഹിക്ക് പോകാൻ അവിടെ എൻ്റെ റിലേറ്റീവായിട്ടുള്ളൊരു ഫാദർ പറഞ്ഞു, ഞാൻ അവൾക്ക് കുറച്ച് കൗൺസിലിങ് കൊടുക്കാം. നല്ലൊരു അച്ഛനാണ്, വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത അച്ഛനാണ്, വർക്കഹോളിക്കായിട്ടുള്ളൊരു അച്ഛനാണ്. ജോലി ചെയ്യുക അത് മാത്രമാണ് ആളുടെ മനസ്സിലുള്ളൂ, വേറൊരു ചിന്തയുമില്ല. അതുകൊണ്ട് അതെനിക്ക് ഭാഗ്യമായി. എൻ്റെ ഒരു കസിനായിട്ട് വരും. അദ്ദേഹം നേരിട്ട് ജനറാളമ്മോടും പ്രൊവിൻഷ്യാളമ്മോടും ചോദിച്ചു, ഞാൻ അവൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഡൽഹിക്ക് കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ഡൽഹിക്ക് അവളെ പറഞ്ഞയക്കും, ഞാനിവിടെ ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റി. അവിടെ ഇരുന്ന് അച്ഛൻ സംസാരിച്ച് എന്നോട് പറഞ്ഞു, ലീവ് എടുക്കൂ 2 വർഷം, ഇവിടെ യൂത്തിന് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കൂ. അങ്ങനെ എനിക്ക് പഴുതുകൾ കിട്ടിയത് കൊണ്ട് മാത്രം
പിന്നെ അവിടെ നിന്നാണ് ഞാൻ വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങി. അത് ആമേൻ തുടക്കം എഴുതിയിട്ടുണ്ടല്ലോ, മംഗള എക്സ്പ്രസ്സിലെ എൻ്റെ യാത്ര. വന്ന് ഇറങ്ങി എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഒരു രക്ഷയുമില്ലാത്ത ഞാൻ പുറത്തുനിന്ന് വന്ന് ഡിസ്പെൻസേഷൻ ലെറ്റർ കൊടുത്ത്, അപ്പോഴും എൻ്റെ കൂടെ കുറച്ച് പേരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നാണ് അനുപമ മേരി മഠത്തിൽ ആത്മഹത്യ ചെയ്ത ആ കാലഘട്ടവും കൂടിയായിരുന്നു. അഭയ കേസ് ഇങ്ങനെ നിൽക്കുന്നു വാൾമുന പോലെ. അത് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായത് അതായിരുന്നു, അനുപമ മേരിയുടെ. അതുകൊണ്ട് എന്നോട് പല ഫ്രണ്ട്സും പറഞ്ഞു, സൂക്ഷിക്കണം, തന്നെ പോകരുത്, അവരവിടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പൂട്ടിയിടും. അതിനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു കേട്ടോ. ജനറാളമ്മയും പ്രൊവിൻഷ്യാളമ്മയും അകത്താണ്, അവിടെ വന്ന് കാണൂ, അവർ പാർലറിലേക്ക് വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അകത്തേക്ക് വരുന്നില്ല, ഞാൻ വരാൻ ധൈര്യപ്പെടുന്നുമില്ല. അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അപ്പോൾ എളുപ്പമല്ല രക്ഷപ്പെടാൻ. പക്ഷേ രക്ഷപ്പെടുന്ന സമയത്ത് എന്നെക്കുറിച്ച് ബിഷപ്പ് എഴുതിയ വരി, മാനസിക രോഗം മൂലം സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ പദവിയും മഠാംഗത്വവും ഉപേക്ഷിച്ചിറങ്ങുന്നു. അത് ഏറ്റവും വലിയ സ്റ്റാമ്പിംഗ് ആണ്. മാനസിക രോഗം, നമ്മൾ ഒരു വേശ്യയാണെന്ന് പറഞ്ഞാൽ ഒരു വേശ്യയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കറെയോ സ്വീകരിക്കാൻ സമൂഹത്തിൽ കുറച്ച് പേരെങ്കിലും കാണും. പക്ഷേ ഒരു മെൻ്റലായിട്ടുള്ള ഒരു പുരുഷനെയോ സ്ത്രീയെയോ അവർക്ക് അക്കോമഡേഷൻ കിട്ടുമോ, ഫ്രണ്ട്ഷിപ്പ് കിട്ടുമോ, ജോലി കിട്ടുമോ, ഒരു രക്ഷയുമില്ല. അതാണ് ഏറ്റവും വലിയ സ്റ്റാമ്പിങ്. ശിക്ഷാ നടപടികളുടെ ഏറ്റവും ടോപ്പ് ശിക്ഷ അതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? ഒരു രക്ഷയുമില്ല. ഞാൻ മൈക്ക് വെച്ച് ഇതുപോലെ പറഞ്ഞാൽ അത് തന്നെ മതി എന്നെ ഉളമ്പാറയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എനിക്ക് പേന എടുക്കേണ്ടി വന്നു. ഞാൻ എഴുതുകയാണ് ആ അക്ഷരങ്ങളിലൂടെ. അതാണ് ലിറ്ററേച്ചർ, പൊളിറ്റിക്സ് ഓഫ് റൈറ്റിംഗ്. എനിക്ക് പറയേണ്ടി വന്നു എനിക്ക് ഭ്രാന്തില്ല എന്ന്. പിന്നെയുള്ള അതിജീവനത്തെക്കുറിച്ച് സ്റ്റെപ്പായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. വീട്ടുകാരെ എതിർത്തു. ഞാൻ അധികം നീട്ടുന്നില്ല, എല്ലാവർക്കും സമയം തികയണമല്ലോ. താങ്ക് യു സിസ്റ്റർ. തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. 2019 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 കേരളത്തിലെ എറണാകുളത്തൊക്കെ കന്യാസ്ത്രീകളുടെ സമരം തെരുവിൽ നടക്കുന്ന സമയത്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 2018 സമരം നടക്കുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട്ടിൽ നിന്ന് ഒരു സിസ്റ്റർ, അന്ന് സിസ്റ്റർ ലൂസി കളപ്പുര എന്നൊരു സിസ്റ്റർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2026 ഇവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയായി മാറി. അപ്പം ഞാൻ ഡോക്ടർ സിസ്റ്റർ ജസ്മിയോട് ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായി ഈ 2018 മുതൽ 2026 വരെ 2018 വരെയുള്ള അനുഭവങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെന്ന ആത്മകഥയിൽ വായിച്ച് മലയാളിക്ക് പരിചിതമാണ്. ഈ അതിജീവനത്തിൻ്റെ ലോകം, 2018 ശേഷമുള്ള അതിജീവനത്തിൻ്റെ ലോകം, ആ അതിജീവനം തീർച്ചയായിട്ടും ട്രോമ നിറഞ്ഞതായിരിക്കണം. നമ്മൾ പുറത്ത് കാണുന്ന ഒരുപക്ഷെ പേരിൻ്റെയോ പെരുമയുടെയോ പ്രശസ്തിയുടെയോ ലോകമല്ല. ഉള്ളിൽ അത് നിരന്തരമായ ട്രോമകളുടെ ലോകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആ അസംഷനെ സിസ്റ്ററിന് തിരുത്താം തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു എവല്യൂഷനെ കുറിച്ച്, രൂപപരിണാമത്തെക്കുറിച്ച് സംസാരിക്കാമോ? ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഈ ദുർബലമായ ഒരു സമയം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഈ ലോകം തന്നെ ദുർബലമായി നമ്മുടെ അടുത്ത് സമീപിക്കുന്ന, നമ്മുടെ ചുറ്റിലും നമുക്ക് അനുഭവസ്ഥമാക്കി തരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദുർബലതയെ അല്ലെങ്കിൽ ആ ബലഹീനമായ സാഹചര്യത്തെ, തളർന്നു പോകുന്ന സാഹചര്യത്തെ എങ്ങനെ നേരിടാം, എങ്ങനെ സർവൈവ് ചെയ്യാം, അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രകടനമായിട്ട് ഞാൻ ചെയ്തതാണ് എഴുത്ത്. കർത്താവിൻ്റെ നാമത്തിൽ എന്നുള്ള പുസ്തകം എഴുതിയത്. ബിഷപ്പുമാരാൽ അല്ലെങ്കിൽ പുരോഹിതരാൽ അല്ലെങ്കിൽ മറ്റ് നമ്മളെക്കാളും ഫിഡ്യൂഷ്യറി ബന്ധത്തിലിരിക്കുന്നവരാൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളവിടെ വളരെയധികം നമ്മുടെ ലോകം അവിടെ ഫ്രജൈലായി പോവുകയാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതായി പോവുകയാണ്. കാരണം അധികാരമാണ് നമ്മുടെ മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ സത്യങ്ങളുണ്ട്, ഈ ധാരാളം അനുഭവങ്ങളുണ്ട്. സെക്ഷുവലി അബ്യൂസ്ഡ് ആകുന്ന, ചെയ്യപ്പെടുന്ന സത്യങ്ങൾ കോൺവെൻറ്റുകളിലും മറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ആ ആത്മകഥ
കർത്താവിൻ്റെ നാമത്തിൽ എന്നുള്ള ഒരു പുസ്തകം രചിക്കേണ്ടി വന്നത്. അപ്പം യഥാർത്ഥത്തിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ശക്തിയാണ്. തളർന്ന് ക്ഷീണിതരായി ആത്മഹത്യയിലേക്ക് നീങ്ങാവുന്ന, അതായത് ജീവിതം തന്നെ ഇനി ഇല്ല എന്ന് നമ്മുടെ ചുറ്റിലുമുള്ള ഒരു സമൂഹം നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾക്ക് സത്യങ്ങൾ തുറന്ന് പറയുന്നതിലും വളരെയധികം പവർഫുള്ളാണ് എഴുത്ത്. അത് എന്നും ജീവിച്ചിരിക്കും. ഒരു പക്ഷേ വലിയൊരു പ്രബല സമൂഹമാണ് സിംഹങ്ങൾ, നമുക്കറിയാം. കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയുള്ള മൃഗരാജാവാണ് സിംഹം. പക്ഷേ ആ സിംഹത്തിൻ്റെ കഥ എഴുതാൻ സിംഹങ്ങളിൽ നിന്ന് പിന്നെ ചരിത്രകാരന്മാരോ എഴുത്തുകാരന്മാരോ ഉണ്ടായില്ലെങ്കിൽ എന്നും സിംഹങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുന്ന നായാട്ടുകാരുടെ പ്രശസ്തിയായിരിക്കും എപ്പോഴും അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ബലമുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. പക്ഷെ നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് എഴുതുക, എവിടെയെങ്കിലും എഴുതുക. മീൻസ് പറയുന്നത് ചിലപ്പം ചെയ്യപ്പെടാം, പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാം, ചിലപ്പോൾ അതില്ലാതെയായി പോകാം, പറന്നു പോകാം. അതുകൊണ്ട് ഈ ഫ്രജൈൽ വേൾഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പം നമുക്കുണ്ടാകുന്നുവോ, ഉണ്ടാകാതിരിക്കുകയില്ല, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷേ നമുക്കതിനെ നേരിടാവുന്ന വലിയൊരു ശക്തിയായിട്ട് നമ്മളെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഒരു പ്രസ്ഥാനം എന്ന് വേണേൽ തന്നെ നമുക്ക് പറയാം, ലിറ്ററേച്ചർ. സോ അങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തിൽ നിന്നുള്ളൊരു പുസ്തകം രചിക്കാൻ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു തീവ്ര അഗ്നി എന്നെ പ്രചോദിപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് 2018 മുതലുള്ള ഈ ഒരു ധീരത എന്ന് പറയുന്നത് നല്ലൊരു പോരാട്ടം തന്നെയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ എന്നിലുള്ള മീൻസ് നമ്മുടെ സമൂഹം നമ്മളെ അവിടെ ഇല്ലാതാക്കിയൊരു കോർണറൈസ്ഡ് ചെയ്തിട്ട് അവിടെ നമ്മളെ ഇല്ലാതാക്കി കളയാൻ നോക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിൽ അവിടെ കിടന്നാൽ, അവിടെ തന്നെ നിന്നാൽ നമ്മൾ എങ്ങനെ ആയി പോകും? നമ്മുടെ മാനസികമായ എല്ലാ കഴിവുകളും നമുക്കില്ലാതെ ആയി പോകും. നമ്മളവിടെ ഈ പറഞ്ഞ പോലെ സിസ്റ്ററിന് കൊടുത്ത കൂടെ മുദ്ര നമ്മുടെ മേൽ പതിയാൻ തുടങ്ങിയിരുന്നു. ഓൾറെഡി മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള മുദ്ര നമ്മുടെ മേൽ ചാർത്താൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് രണ്ടാമത് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ ലോകം നമ്മുടെ ചുറ്റിലും ബലഹീനമാക്കി തരുന്ന ഒരു സ്ഥലം മാത്രമല്ല ഉള്ളത്. അപ്പോഴാണ് LLB പഠിക്കാൻ ഉള്ള ആഗ്രഹം വരികയും LLB പഠിക്കുകയും ഇപ്പോൾ എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? എങ്ങനെയാണ് തളർന്നു വീഴുന്ന സാഹചര്യത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത്? വെറുതെ എഴുന്നേറ്റ് നിൽക്കുകയല്ല, കൂടുതൽ പവറോടെ തല ഉയർത്തിപ്പിടിച്ച് നിവർന്ന് നിൽക്കണം, നട്ടലോടുകൂടി നിവർന്ന് നിൽക്കണം. നമ്മുടെ ഒരു സമൂഹത്തിൽ കാണുന്ന ഒരു സവിശേഷതയുമാണ് പെട്ടെന്ന് തളർന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനും പെട്ടെന്ന് വാടിപ്പോവുകയാണ്. ആരെങ്കിലും ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചാൽ ആ ചെടി പെട്ടെന്ന് പോകുന്ന പോലെയാണ്. ചെടി വാടിപ്പോകാം, പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മൾക്ക് മൂവ് ചെയ്യാം. ചൂടുവെള്ളം നമ്മുടെ മേലേക്ക് ഒഴിച്ചാൽ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ചെല്ലാം. ചെടികൾക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ മൂവിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു ഇപ്പം മനസ്സിൽ വന്നതാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഒരിക്കലും പ്രതിസന്ധികളുടെ മേൽ തളർന്ന് പോകരുത്. അവിടെ നമുക്ക് പാറിപ്പറക്കാം. ഞാനിപ്പോൾ പാറിപ്പറക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതെനിക്ക് എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടല്ലേ. എന്നെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ മഠത്തിൽ എനിക്ക് പാറിപ്പറക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടല്ല. പക്ഷെ നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. നമുക്കാരും കൊണ്ടുവന്ന് തരില്ല, നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ഇറ്റ് ഈസ് പോസിബിൾ. അത്ര എനിക്ക് പറയാനുള്ളത്. സർവൈവ് ചെയ്ത ഒരു കഥ ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരുവപ്പെട്ട് വരും. നമുക്ക് ഒരു പോസിറ്റീവിസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. അതിജീവനത്തിൽ നിന്നും ജീവിതത്തിലേക്ക് വന്ന കഥയാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളൊക്കെ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുന്നവർ. മലയാളത്തിലെ പഴയ ക്ലാസിക് സിനിമകളിലൊന്ന്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമ, ശ്രീ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത്
ശ്രീ മോഹൻലാലും അന്തരിച്ചു പോയ നടൻ ശ്രീ തിലകനുമൊക്കെ അതിമനോഹരമായിട്ട് അഭിനയിച്ച കിരീടം എന്നുള്ള സിനിമ. അപ്പോൾ ആ സിനിമയിൽ ഒരു മധ്യവർഗ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമായി ഇപ്പോൾ SI ടെസ്റ്റ് പാസ്സായി SI ആയി മാറുന്ന മകനെ സ്വപ്നം കണ്ടിരിക്കുന്ന അച്ഛനായ ഒരു പോലീസ് കോൺസ്റ്റബിൾ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ചെറിയൊരു സംഭവം, ആ ഒരു ചെറിയ സംഭവം ഈ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ വിധിക്കപ്പെട്ടിരുന്നയാളെ, SI ആകാൻ വിധിക്കപ്പെട്ടിരുന്നയാളെ ജീവിതത്തിൽ ഒരു തെരുവ് ഗുണ്ടയാക്കി മാറ്റുന്നു, മറ്റെന്തോ ആക്കി മാറ്റുന്നു. ഈ സിനിമയ്ക്ക് സമാനമാണ് ഒരർത്ഥത്തിൽ ഞാൻ കാണുന്ന പ്രൊഫസർ TJ ജോസഫ് സാറിൻ്റെ ജീവിതവും അതിജീവനത്തിൻ്റെ കഥയും. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി അത്ര ഫ്രജൈലൊന്നും അല്ലാത്ത ഒരു ലോകത്തിൽ ഒരു കുടുംബം, ഭാര്യ, കുട്ടികൾ, നല്ലൊരു ജോലി, എല്ലാ തരത്തിലുള്ള സ്വാഭാവികമായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വങ്ങളും അതൊക്കെ ഒരുപക്ഷെ ഇവരിൽ നിന്നൊക്കെ സാറിനെ ആ നിമിഷം വരെ വ്യത്യസ്തനാക്കിയിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു ചെറിയ സംഭവം, ആകസ്മികതകൾ നിറഞ്ഞതാണ് ജീവിതമെന്നും ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഒരാൾ ഒരു സമൂഹത്തിൽ അന്യവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയെന്നും അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും കണ്ണീരോടുകൂടി മാത്രം, തീർച്ചയായിട്ടും ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, കണ്ണീരോടുകൂടി മാത്രം വായിക്കാൻ പറ്റുന്ന അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള പുസ്തകം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് അത്തരം ഒരു ചിത്രം വയ്ക്കുന്നു. സാറിനോട് ഉള്ള എൻ്റെ ചോദ്യം, ഈ അതിജീവനത്തിൻ്റെ പ്രക്രിയയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് പിന്നീട് കേരള സാഹിത്യ അക്കാദമിയുടെ 2021 ഏറ്റവും മികച്ച ആത്മകഥയ്ക്കുള്ള അവാർഡും ലഭിച്ചു. എൻ്റെ ചോദ്യം, ഈ അതിജീവനം ഒരേ സമയം അതിജീവനം ഒരു പ്രതിരോധമാണ്, അത് ആർട്ടിലൂടെ എങ്ങനെ സാധ്യമാകുന്നുവെന്ന് ശ്രീ ജിജോയും സിസ്റ്റർ ജസ്മിയും ഒക്കെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും വേദന നിറഞ്ഞ അനുഭവങ്ങളെ എങ്ങനെയാണ് പേഴ്സണൽ ട്രോമയെ മനോഹരമായ ഒരു സാഹിത്യകൃതിയാക്കി മാറ്റാൻ സാധ്യമാവുന്നത്? ഏതർത്ഥത്തിലാണ് ഈ ട്രോമയെ ഒരു ലിറ്ററേച്ചറിനുള്ള ഒരു മെറ്റീരിയൽ, ഒരുപക്ഷെ ഞാനങ്ങനെ ചോദിക്കുന്നത് തന്നെ ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ലിറ്ററേച്ചറിനുള്ള ഒരു മെറ്റീരിയൽ കൂടി, ആത്മകഥനത്തിനുള്ള ഒരു മെറ്റീരിയൽ കൂടി ആയി മാറുന്നത് സാർ ഒന്ന് വിശദീകരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാഹിത്യോത്സവം ഒരു കോളേജിൽ നടത്തുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു തൻ്റെ ഇടം, ആർജവം പ്രകടിപ്പിക്കാൻ തയ്യാറായ ഈ കോളേജിൻ്റെ അധികാരികൾക്കും അധ്യാപകർക്കും ഇവിടുത്തെ കുട്ടികൾക്കുമൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ ഗുരുനാഥനാണ് പ്രൊഫസർ MK സാനു മാഷ്. ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അദ്ദേഹത്തിൻ്റെ നവതി, അതായത് 90-ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ MA ബാച്ചായ ഞങ്ങൾ മഹാരാജാസിൽ എൻ്റെ ക്ലാസ്സിലുള്ളവർ ഒത്തുകൂടി അദ്ദേഹത്തെയൊക്കെ ക്ഷണിച്ച് ഇനിയും ഒരു ശതാബ്ദി, അതായത് 100 വർഷം വരെ ജീവിച്ചിരിക്കട്ടെ എന്നൊക്കെ ഞാനൊരു ആശംസ നേർന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയും സങ്കടങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഇനിയും ജീവിച്ചിരിക്കണമെന്നാണോ ജോസഫ് പറയുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, സങ്കടങ്ങളായാലും അനുഭവങ്ങളാണല്ലോ മാഷേ, എന്തിനാണ് അതിനെ നമ്മൾ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ ആ മാഷും അതിനോട് സമരസപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജോസഫ് പറഞ്ഞല്ലേ, എന്നാൽ പോരട്ടെ, ആയുസ്സും അനുഭവങ്ങളും സങ്കടങ്ങളുമൊക്കെ ഇനിയും പോരട്ടെ എന്ന് പറയുകയുണ്ടായി. എൻ്റെ വാക്ക് ഫലിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. 100 വയസ്സ് വരെ അദ്ദേഹം ജീവിക്കാൻ ഇനി അധികം നാൾ വേണ്ടായിരുന്നു. പക്ഷേ 100 ദഹിക്കാതെ അദ്ദേഹം പോയി. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഈ സാഹിത്യത്തിലൊക്കെ നമ്മുടെ പുരാണങ്ങളൊക്കെ, ഈ ഗ്രീക്ക് പുരാണങ്ങളായാലും ശരി, ഭാരതീയ പുരാണങ്ങളായാലും ശരി, അതിലൊക്കെയുള്ള വീരശൂരന്മാരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, കഥാപാത്രങ്ങൾ. മഹാഭാരതത്തിലൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളാണ്. നമ്മുടെ രാമായണം
ഉത്തമ പുരുഷൻ്റെ കഥ പറയുന്നതാണ്. ഒരു മാതൃകാ പുരുഷൻ്റെ കഥ പറയുന്ന, ശ്രീരാമൻ്റെ കഥ പറയുന്ന ഈ രാമായണത്തിൽ രാമൻ എങ്ങനെയാണ് അവസാനം മരിക്കുന്നത്? ജീവിതം അസഖ്യമായിട്ട് വേണ്ടെന്ന് വെക്കുന്നതാണ്, സ്വമേധയാ വേണ്ടെന്ന് വെക്കുന്നതാണ്. സരയൂ നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് സരയൂവിൻ്റെ ആഴങ്ങളിൽ അങ്ങനെ മുങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് ജീവത്യാഗം ചെയ്യുന്നത്. അപ്പം സരയൂ പ്രവേശം രാജാവായതുകൊണ്ടുമൊക്കെ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ആത്മഹത്യ തന്നെയാണ് ശരിക്കും. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യയാവും. വേറെ ചിലരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ചില സന്യാസിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ജീവിതം അത് വെടിയണമെന്ന് തോന്നുമ്പോൾ അവർ ഗംഗയിലൊക്കെ ഇറങ്ങിച്ചെന്ന് ഗംഗയുടെ ആഴങ്ങളിൽ മുങ്ങി മരിക്കും. അത് ജലസമാധി, ഗംഗാസമാധിയൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച്, പദവി അനുസരിച്ച് ആത്മഹത്യക്ക് ഇങ്ങനെ രൂപഭേദങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ രാമൻ മരിച്ചത് ജീവിതത്തിൻ്റെ ഈ പറയുന്ന സംഘർഷങ്ങൾ സഹിക്കാൻ വയ്യാതെ, കൂടെ ഉണ്ടായിരുന്ന, അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ പോലും പിരിഞ്ഞു പോയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന ആ വലിയ ധർമ്മസങ്കടങ്ങളൊക്കെ നമ്മൾ കഥയിൽ ശ്രീരാമ ചരിത്രത്തിൽ വായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ രാമന് എന്തെങ്കിലും സ്വസ്ഥതയുണ്ടായിരുന്നോ? രാമായണത്തിലുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് സ്വസ്ഥതയുണ്ടോ? വീരന്മാരാണ്, ശൂരന്മാരാണ്, രാജകുമാരിമാരാണ്, അങ്ങനെ പലരും, എല്ലാവരും ഇങ്ങനെ അസ്വസ്ഥമായ ഒരു ജീവിത പാന്താവിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുള്ളവർ ആരെങ്കിലും സ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ജയിച്ചവർക്കും തോറ്റവർക്കും സ്വസ്ഥതയുണ്ടോ? അങ്ങനെ ജീവിതത്തിലെമ്പാടും ഈ സങ്കടങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്രയാണ് എന്ന് എനിക്ക് ഈ സാഹിത്യം ഞാനിങ്ങനെ ഒരു മതമാക്കി എടുത്തപ്പോൾ മുതൽ അനുഭവവേദ്യമാണ്. അപ്പോൾ സാഹിത്യം ഇങ്ങനെ വായന ഉള്ളതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ധാരാളമായിട്ടുള്ള സങ്കടങ്ങളുടെ നടുവിൽ വീണ് കിട്ടുന്ന ചെറിയ സന്തോഷത്തിൻ്റെ തരികൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ, ദുരിതങ്ങൾ, സംഘർഷങ്ങളൊന്നും അതിനു മുമ്പിൽ ഞാൻ പകച്ചു നിന്നിട്ടില്ല. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അതായത് ഒരു 10 വയസ്സായപ്പോൾ മുതൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ജോലി ചെയ്യാതെ ഒരിക്കലും ഞാൻ ഇരുന്നിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തുമൊക്കെ ധാരാളമായിട്ട് കാർഷിക വൃത്തിയൊക്കെ ചെയ്തിട്ട്, പണി ചെയ്തിട്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോഴും പല തവണ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഈ കുരുമുളക് കൃഷിയുണ്ട് ഹൈറേഞ്ചിലൊക്കെ, മുരിക്കാശ്ശേരിയിലൊക്കെ ഞങ്ങൾ താമസിക്കുന്ന കാലത്ത് അവിടെ ഈ നല്ല മുള്ളുമുരിക്കലാണ് ഈ കുരുമുളക് കൃഷി, കുരുമുളക് വള്ളികൾ പടർത്തി വിടുന്നത്. അതിൻ്റെ പലതവണ ഈ കുരുമുളക് വള്ളികൾ പടർന്നിട്ടുള്ള ഈ മുരിക്കിൽ കയറേണ്ടതുണ്ട്. അത് വേനൊക്കെ ഈ സമയമാകുമ്പോഴൊക്കെ ആ മുരിക്കിൻ്റെ ശിഖരം വെട്ടി എല്ലാം ഇറക്കും. അത് കഴിഞ്ഞൊരു മഴയൊക്കെ ആയി കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ അത് തളുത്ത് വരുമ്പോൾ അതിൻ്റെ 1-2 തളുപ്പ് നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൊത്തിക്കളയണം. പിന്നെ മുളക് പറിക്കാൻ കയറണം. അപ്പോൾ ഈ മുരിക്ക് വെട്ടുന്ന സമയത്തൊക്കെ ഏണി ചാരി ഈ വലിയ ആ മുരിക്കിൻ്റെ ശിഖരങ്ങളെങ്ങാനും ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ആ ഭാഗമെല്ലാം കീറി നശിക്കും. വളരെ സൂക്ഷിച്ച് ചെയ്യുന്നൊരു പണിയാണ്. അങ്ങനെ മുരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴല്ല പലതവണ എൻ്റെ ഏണി തെറ്റിയിട്ട് ഞാൻ ഈ മുള്ളുമുരിക്കൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ടുണ്ട്. അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ഞാൻ ഒച്ചയിട്ട്, ചിലപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും പറമ്പിലിരിക്കുന്നത്, വീട്ടിൽ നിന്ന് ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ഓടി വന്ന് വീണുപോയ അല്ലെങ്കിൽ താഴെ പോയ ഏണി ചാരി എടുത്തിട്ട് ആണ് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുന്നത്. അപ്പോൾ ആ വേദനയുടെ സമയത്ത് അല്ലെങ്കിൽ വീണാൽ വളരെ വലിയ പരിക വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വലിയ മുള്ളുകളിലാണ്, മുള്ളുള്ള ആ മരത്തിൻ്റെ ശിഖരത്തിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. നിലത്തിറങ്ങിയിട്ട് കയ്യിലെ മുള്ളുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴാണ് നമുക്ക് വേദന എടുക്കുന്നത്. ഈ പിടിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മുള്ളുമുരിക്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വേദനിക്കാറില്ല. അപ്പോൾ അങ്ങനെ ധാരാളമായിട്ടുള്ള പിന്നെ ഈ മരണവക്ത്രത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടിങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിങ്ങനെ ഒഴുകിപ്പോയപ്പോൾ, താൻ ആരുമല്ലാതായപ്പോൾ, ലോകം മുഴുവൻ എന്നെ അപഹസിക്കുന്ന ഒരു സമയം വന്നപ്പോൾ, അപ്പോഴും ഞാൻ വിചാരിച്ചത് ലോകം മുഴുവൻ എനിക്കെതിരായാലും
ഞാൻ എനിക്കെതിരാവില്ല എന്നാണ്. അങ്ങനെയുള്ളൊരു ധൈര്യത്തിലാണ് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. വീടാക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നു. പോലീസ് വേട്ടയാടുന്നു. അങ്ങനെ ആരോടും മിണ്ടാതെ ഒരാഴ്ചക്കാലം പാലക്കാട്ടുള്ള ഒരു ലോഡ്ജിൽ ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ അതൊക്കെ വളരെ സാഹസികമായിട്ടുള്ള സംഗതിയാണ്. വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒന്നും ഭയക്കാതെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരു കവിതയിൽ പറയുന്നത് പോലെ ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്നു ജീവിതം. അതുപോലെ ആത്മഹത്യയ്ക്കും കൊലയ്ക്കും മാത്രമല്ല, അതിനേക്കാൾ വലിയ സംഘർഷത്തിലൂടെ പോലീസിൻ്റെ വേട്ടയാടലിനെയൊക്കെ ഭയന്ന് അങ്ങനെ ഒരു മുറിക്ക് ഉള്ളിൽ കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് ഇതാണ്, ലോകം മുഴുവൻ എനിക്കെതിരായാലും ഞാൻ എനിക്കെതിരാവില്ല. ആ ഒരു തൻ്റെ ഇടം കൊണ്ടാണ് ഞാൻ ആ സമയത്തൊക്കെ പിടിച്ചു നിന്നത്. പിന്നീട് കീഴടങ്ങി, പോലീസിന് കീഴടങ്ങി, ജയിലിൽ കിടന്നു, ലോക്കപ്പിൽ കിടന്നു, ജയിലിൽ കിടന്നു, വീണ്ടും തിരിച്ചിറങ്ങി വന്നപ്പോൾ അന്ന് ന്യൂസിലൻഡിൽ നിന്ന് വന്ന എൻ്റെ പെങ്ങൾ കന്യാസ്ത്രീയാണ്, സിസ്റ്ററാണ്. പെങ്ങളെ ഞാൻ ഈ വാർത്തയൊക്കെ കേട്ടിട്ട് അവർ വന്നതാണ്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധൻ ഞാനാണ്. ഈ കുപ്രസിദ്ധി ഞാൻ സുപ്രസിദ്ധിയാക്കും എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും ഓർത്തു പോവുകയാണ്. അപ്പോൾ സാഹിത്യം തന്നെയാണ്, വാക്കുകൾ തന്നെയാണ് എന്നെ വീണ്ടും ഈ കുപ്രസിദ്ധിയിൽ നിന്ന് മാറ്റി ഒരു സുപ്രസിദ്ധിയിലേക്ക്, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് എന്നെ നിങ്ങൾ ക്ഷണിച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ എന്നെ ഞാനാക്കി തീർത്തത് വാക്കുകളാണ്. അത് എഴുത്തിൽ മാത്രമല്ല, സംസാരിക്കുമ്പോൾ പോലും പിന്നീട് വന്ന ഇൻ്റർവ്യൂകളിലുമൊക്കെ വാക്കിനെ ആശ്രയിച്ച് ഈ എനിക്കെതിരെ തിരിഞ്ഞ ലോകത്തോട് ഞാൻ പടവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരിയായിട്ടുള്ള മനസ്സ് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആത്മകഥ എഴുതുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. രണ്ടാമത്തെ ലക്ഷ്യം, ഞാനൊരു സാഹിത്യാധ്യാപകനാണ്, സാഹിത്യ ആസ്വാദകനാണ്. അതുകൊണ്ട് ഞാൻ എഴുതുന്ന പുസ്തകം വായിക്കുന്നവർക്കൊരു കലാസ്വാദനം ഉണ്ടാവണം. അവർ കാര്യം അറിഞ്ഞാൽ പോരാ, അവർക്കത് വായിക്കുമ്പോൾ ഒരു വ്യതിരിക്തമായിട്ടുള്ള രസങ്ങളൊക്കെ അതിൽ നിന്ന് അനുഭവവേദ്യമാവണം. അതിന് ഞാൻ സാഹിത്യം പഠിച്ച കാലത്തും പഠിപ്പിച്ച കാലത്തും പരിചയിച്ചിട്ടുള്ള കലാ സിദ്ധാന്തങ്ങളൊക്കെ മാജിക്കൽ റിയലിസം വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ഒറ്റപ്പാലത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യയുടെ മുനമ്പിൽ ഇങ്ങനെ തളർന്ന അവിടെ ഒരു സിമൻറ്റ് ബെഞ്ചിൽ തളർന്നിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഭഗവത്ഗീതയിലെ വാക്കുകളും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഓർക്കുന്നതായിട്ടല്ല അതിലെഴുതിയിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ കൃഷ്ണനൊക്കെ വന്ന് എന്നെ അവിടെ നിന്ന് താങ്ങിപ്പിടിച്ച് എണീപ്പിക്കുന്നതും ലോകം മുഴുവൻ നിനക്കെതിരായാലും നീ നിനക്കെതിരാകരുത് എന്നോട് പറയുന്നതും യേശു തൻ്റെ മുറിപ്പാടുള്ള ആ കാൽപാദങ്ങളുമായിട്ട് നഗ്നപാദനായിട്ട് നടന്നു വന്ന് എന്നോട് പറയുന്നത് ഇന്നത്തെ ക്ലേശം മതി ഇന്ന്, നാളത്തെ ക്ലേശം നാളെ മതിയെന്ന് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വാക്കുകളാണ്. ഈ പറയുന്ന ഇതെല്ലാം കവിവാക്യങ്ങളാണ്. ഞാനതിനൊക്കെ ഏതു മനുഷ്യന് നന്മയ്ക്കുതകുന്ന വാക്ക് ആര് പറഞ്ഞാലും അതിനെയൊക്കെ വേദവാക്യമാക്കി എടുക്കുന്ന ആളാണ്. ചിലപ്പോൾ വഴിയിലൊക്കെ ഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ പറയും, അതുപോലും അതിനകത്ത് മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അതിനെ വേദവാക്യമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ബൈബിളൊക്കെ മത്തായി എന്നൊക്കെ പറയുന്ന സുവിശേഷകരൊക്കെ നല്ല കവികളായിരുന്നു, നല്ല തത്വചിന്തകരായിരുന്നു. അവരെ കൊണ്ടൊക്കെയാണ് അത് എഴുതിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യേശുവചനമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ഞാനും പഠിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ പ്രതിസന്ധികളിലൊക്കെ അവർ എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് എനിക്ക് മുന്നേറിപ്പോരാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സാഹിത്യമാണ് എൻ്റെ മതമെന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പുസ്തകം വായിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണം, ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ എവിടെയെങ്കിലും തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ തളർച്ച തോന്നുമ്പോൾ ഉത്തേജനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അതിനൊക്കെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പട്ടാളക്കാരൻ ഈ പുസ്തകവുമായിട്ട് എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഏതോ ഹിന്ദി സിനിമ കണ്ടിട്ട് ഈ രാജ്യസ്നേഹം മൂത്ത് പട്ടാളത്തിൽ പോയതാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവിടെ പോയിട്ട് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ
മേലാളന്മാരായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ ശാസനകളും അതുപോലെ തന്നെ അവഹേളനങ്ങളും ഒക്കെ സഹിച്ച് പലതവണ ഈ തോക്കിൻ്റെ കുഴൽ ചെവിയുടെ പുറയിൽ വെച്ചിട്ട് കാഞ്ചി വലിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടത്രേ. പിന്നെയും അവർ വീണ്ടും വിചാരപ്പെട്ടതൊന്നും ചെയ്യാതെ പോകുന്നതാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി എത്ര പ്രതിസന്ധി വന്നാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറിൻ്റെ പുസ്തകം വായിച്ച പിന്നെ എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഉത്തേജനജനകമാണ്. മാത്രമല്ല ഉത്തേജനം അല്പം കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എനിക്കൊരു മിലിറ്ററി ബോട്ടിൽ സമ്മാനിച്ചിട്ടുമാണ് പോയത്. അപ്പോൾ അങ്ങനെ സാഹിത്യം എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്, നമ്മുടെ ഒരു ആയുധമാണ്. നമുക്ക് സ്വയം നിലനിൽക്കാനും മറ്റുള്ളവരെ നയിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവർക്ക് ഉത്തേജനം പകരാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു സർവൈവലിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് പോന്നിട്ടുള്ളത്. ടി ജോസഫ് സാറ് പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് ശ്രീ ജിജോ കുര്യാക്കോസിനോട് ചോദിക്കാം. ജിജോ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഫിൽം മേക്കറാണ്. ഈ നമ്മൾ സാധാരണ ഡിസയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീ ശരീരം ആവിഷ്കരിക്കുന്ന പുരുഷനായ കവിയുടെ നോട്ടം പുരുഷ നോട്ടമാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യൂർ പെർസ്പെക്റ്റീവിൽ ഒരു ക്യൂർ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ശരീരത്തെ നോക്കിക്കാണുന്നത്? നമുക്കിനിയുള്ള ഉത്തരങ്ങൾ ഒരു 2 മിനിറ്റിൽ ഒതുക്കിയാൽ സ്വാഭാവികമായിട്ടും എല്ലാവരിലേക്കും ഒരു റൗണ്ടോടെ പോയി വരാം. അത് കഴിഞ്ഞ് ഓഡിയൻസിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യൂർ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ ഡിസയറിനെ, ഗെയ്സിനെ നോക്കിക്കാണുന്നത്? നമ്മൾ ജെൻഡറിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ പെർസ്പെക്റ്റീവിലാണ് പലപ്പോഴും ക്യൂർ ജീവിതങ്ങളെ നോക്കിക്കാണുന്നത് അക്കാഡമിക് പൊളിറ്റിക്കൽ തലത്തിൽ. പക്ഷേ അതിൽ മാത്രം കേന്ദ്രിതമായ ഒരു വിഷയമല്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതിയും മതവും അങ്ങനെ ധാരാളം ക്ലാസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കേരളത്തിലെ സ്ത്രീകളുടെയൊക്കെ സാഹിത്യത്തിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ശരീരത്തെക്കുറിച്ച് അധികം വർണ്ണന ഇല്ലാതായിപ്പോയെന്ന്. സ്ത്രീകളെപ്പോഴും പുരുഷന് സബ്മിസീവായിട്ട് നിന്നുകൊണ്ട് ലേഖനങ്ങളൊക്കെ അല്ലെങ്കിൽ കൃതികളൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പം പുരുഷൻ, ഇപ്പം ഞാനൊരു സ്വർഗാന്റാകിയാന്ന് പറയുമ്പോൾ ഞാൻ ആണല്ലാതാവുന്നില്ല. ആണായിട്ട് നിന്നുകൊണ്ട് ഒരാളിനെ പ്രണയിക്കുന്ന ഒരു ജൈവിക അവസ്ഥ, അതിൻ്റെ ഒരു മാനസിക തലത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പലപ്പോഴും സ്ത്രീകൾ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ ആണുങ്ങളെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് ആണുങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടാണല്ലോ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ക്യൂർ മനുഷ്യർ ഈ ജെൻഡർ ഹെട്രോനോർമേറ്റീവ് അധികാരത്തെ ചോദ്യം ചെയ്യുമ്പം ഹെട്രോസെക്ഷൽ ആളുകളെ വെല്ലുവിളിക്കുന്നതാണ് ഹെട്രോനോർമേറ്റീവ് മനുഷ്യരുടെ കരുത്. അങ്ങനല്ല. ഒരു മനുഷ്യൻ ആണായിരിക്കെ തന്നെ ദളിത് വിരുദ്ധനല്ലാത്ത കാലം, സ്ത്രീ വിരുദ്ധനല്ലായിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനുഷ്യവിരുദ്ധം ഇല്ലാത്തിടത്തോളം കാലം അയാൾ ആണായിരിക്കുന്ന ഒരു മനോഹരമായ അവസ്ഥ തന്നെയാണ്. അതിനെയാണ് സ്വർഗാന്റകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ രചനകളിൽ കൂടെയും സാഹിത്യത്തിൽ കൂടെ മലയാള സിനിമാ ഗാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണെന്ന് പറഞ്ഞ ചന്തുവിനെ വർണ്ണിക്കുന്ന ഒരു പാട്ടല്ലാതെ, അല്ലെങ്കിൽ രതിപുഷ്പം പൂക്കുന്ന യാമം എന്നുള്ള പാട്ടല്ലാതെ പുരുഷ ശരീരത്തിൻ്റെ മനോഹാരിതയെ വർണ്ണിക്കുന്ന പാട്ടുകളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല. അത് സ്ത്രീകൾ സിനിമാ പാട്ടുകൾ എഴുതാത്തതുകൊണ്ടാണോ, സ്വർഗാന്റകൾ എഴുതാത്തതുകൊണ്ടാണോ? അതുകൊണ്ടാണ് നമ്മളൊരു ഹ്രസ്വചിത്രം ചെയ്തപ്പോൾ എന്നാൽ സ്വർഗാന്റാകം പ്രമേയം നമ്മളൊരു ഹ്രസ്വചിത്ര പാട്ട് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും സിനിമ കാണണം കേട്ടോ. യൂട്യൂബിലുണ്ട്, വെളിപാടെന്ന് അടിച്ചു കൊടുത്താൽ കാണാം. അപ്പോൾ നമ്മൾ ഡിസയറിനെ അവതരിപ്പിക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിൻ്റെ പവറിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുകയാണ്. ആണധികാരം ഇല്ലാതാവണം, അതാണ് അടിസ്ഥാനം. എന്ന് വെച്ചാൽ ആണെന്ന അവസ്ഥ ഇല്ലാതാവലല്ല, ആണധികാരം ഇല്ലാതാവണം, ഹെട്രോനോർമേറ്റീവ് ഇല്ലാതാവണം. എല്ലാ മനുഷ്യർക്കും പ്രണയവും ഡിസയറും പ്രകടിപ്പിക്കാൻ പറ്റുന്ന കൺസെൻഷ്വൽ സ്പേസുകളിൽ. അതാണ് നമ്മൾ നമ്മുടെ കലയിൽ കൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താങ്ക് യു ജിജോ. ഡോക്ടർ സിസ്റ്റർ ജസ്മിയോടാണ് ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ സംബോധന ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഈ ചോദ്യത്തിൽ ഞാൻ അങ്ങനെ സംബോധന ചെയ്തു. ചോദ്യം ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ഈ സിസ്റ്റർ ജസ്മി എന്നുള്ള പേര് ഒരു വളരെ പ്രത്യേകതയുള്ള പേരാണ്. സിസ്റ്റർ ഞാൻ ആ പേരിനെ കുറിച്ച് സിസ്റ്ററോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ജീസസ് ആൻഡ് സിസ്റ്ററിൻ്റെ നേരത്തെ പൂർവാശ്രമത്തിലെ പേരെന്ന് വേണേൽ പറയാം, മെയ്മി എന്നുള്ള പേരും ജീസസ് എന്നുള്ള പേരും ചേർന്ന് ജീസസ് ആൻഡ് മെയ്മി, അതാണ് പിന്നീട് സിസ്റ്റർ ജസ്മി ആയിട്ട് മാറുന്നത്. എൻ്റെ ചോദ്യം ഇനി പേരിനെ കുറിച്ചുമല്ല, ഈ സിസ്റ്റർ ഈ പേരിൽ ഒരു ജീസസ് ഉണ്ട്. ഈ മഠം വിട്ട് ജീവിക്കുമ്പോൾ അതൊരു സ്വയം തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിന് ശേഷം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ സ്പിരിച്വാലിറ്റി, റിലിജിയോസിറ്റി ഈ കാലയളവിൽ എങ്ങനെ മാറിയെന്നോ, ഇനി മാറിയിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പം സിസ്റ്ററിൻ്റെ റിലിജിയോസിറ്റി, സ്പിരിച്വാലിറ്റി 2 മിനിറ്റ് കൊണ്ട് ഒന്ന് അവതരിപ്പിക്കുക. റിലീജിയോസിറ്റി പണ്ടേ മാറ്റി നിർത്താൻ മഠത്തിൽ വെച്ച് തന്നെ ശ്രമിച്ചിരുന്നു. സ്പിരിച്വാലിറ്റി മതി എന്നുള്ളത്. ജീസസ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്.
പക്ഷേ ഒരു സമയത്ത് അതൊരു ഷോക്കായി മാറി. ജീസസ് ദൈവമാണ്, ദൈവവും മനുഷ്യനും ഒരേ സമയമാണ്, ആ കൈ പിടിച്ചാണ് ഞാൻ ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടാണ് ഒരിക്കലൊരു വൈദികൻ, ഒരു CMI ഫാദറാണ്, ഫാദർ ജെയിംസ് ഗുരുദാസ് CMI, അദ്ദേഹം എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ജീസസ് ദൈവമൊന്നുമല്ല, ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ വളരെ ഷോക്കടിച്ചു പോയി. എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ മണൽത്തരികൾ ഇങ്ങനെ പോകുന്നതും ഞാൻ ഏതോ അഗാധമായി കുഴിയിലേക്ക് വീണു പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ അതേക്കുറിച്ച് ഞാൻ 2 ദിവസം വീട്ടിൽ വന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പ്രേം നസീറിൻ്റെ ഭാഷയിലാണ് ഞാൻ കേട്ടത്. എടി മണ്ടിപ്പെണ്ണെ, ഞാൻ ദൈവമൊന്നുമല്ല, ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതും എനിക്കതിൽ ഷോക്ക് പോയി. നല്ല മനുഷ്യനാണെങ്കിൽ, ഇപ്പോൾ ഗാന്ധിജി നല്ല മനുഷ്യനാണ്, ആ ആദർശത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ആ ജീവിത ശൈലി നമ്മൾ അനുകരിക്കുന്നു, അതാണ് കുറച്ചും കൂടി നല്ലത്. അതായത് ദൈവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി, അത് ദൈവം ചെയ്തത് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ആദരിക്കാനും അനുകരിക്കാനും എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ജീസസ് മനുഷ്യനാണെന്ന് പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാനത് വളരെ ഷോക്കില്ലാതെ സ്വീകരിക്കുന്നു. അപ്പോൾ അതിനാൽ തന്നെ ഇനി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ജീവിതശൈലി, നല്ല ജീവിതം ജീവിക്കുക, നല്ല മനുഷ്യനാവുക, നല്ല മനുഷ്യനോ ആകുക എന്നുള്ളത്. പിന്നെ സിസ്റ്റർ എന്നുള്ള പേര്, അതെല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താ ഇപ്പോഴും സിസ്റ്റർ എന്ന് വിളിക്കണേ. അത് എനിക്ക് ഗസറ്റ് പബ്ലിക്കേഷൻ, ഞാൻ പ്രിൻസിപ്പലായപ്പോൾ പേര് വേണമെങ്കിൽ മാറ്റാം, എൻ്റെ വലിയ നീണ്ട പേരായിരുന്നു, C. മേമി റാഫേൽ എന്ന് നീണ്ട പേര് എഴുതി ഒരു ദിവസം 500, 1000, ചിലപ്പോൾ 5000 വരെ ഒപ്പിടേണ്ട വരുന്നുണ്ട് പ്രിൻസിപ്പലായിരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കൈയൊക്കെ കുഴഞ്ഞു പോകണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേര് മാറ്റണം, ചെറുതായിരിക്കണം, സിസ്റ്റർ ജസ്മി എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഗസറ്റ് പബ്ലിക്കേഷൻ വന്നത് ഞാൻ പ്രിൻസിപ്പൽ 3 വർഷം ആയിരിക്കുന്നതിൽ 2.5 വർഷം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 6 മാസമാണ് പബ്ലിഷ്ഡായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ആ പേര് എന്തായാലും എനിക്ക് മാറ്റാൻ പറ്റില്ല. മേമി എന്നുള്ള പേര് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ ടീച്ചേഴ്സിനൊക്കെ മേമി എന്നുള്ള വാത്സല്യ പേരായിരുന്നു ഇഷ്ടം. പക്ഷേ എനിക്കതിൻ്റെ കൂടെ ഒരു ജീസസ്, അപ്പോൾ സിസ്റ്ററിന് അത് ഗസറ്റ് പബ്ലിക്കേഷനിൽ ഇങ്ങനെയാണ്, ഇനി മുതൽ ഞാൻ SR സിസ്റ്റർ ജസ്മി എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റാതെയായി. അതിലും ഞാൻ ഒരു ദൈവത്തിൻ്റെ കൈയടയാളം കാണുന്നു. നീട്ടി പറയുന്നില്ല, സമയം. താങ്ക് യു സിസ്റ്റർ. ലോ സിസ്റ്ററിലേക്ക് വരുമ്പോൾ ഉള്ള ചോദ്യം, അത് നിങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്, സിസ്റ്റേഴ്സ് എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്, പക്ഷേ 2 വ്യത്യസ്ത ഐഡൻറ്റിറ്റിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ ഈ പോരാട്ടം ഒരു സ്വാഭാവികമായിട്ടും സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സമരമുഖത്ത് പ്രത്യക്ഷപ്പെട്ട ആളെന്നുള്ള രീതിയിലാണ് ഞാൻ അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയെ വിശേഷിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 2026 എത്തി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ഈ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അതിജീവനത്തിൽ ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയാണ്, നൺസിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിസപ്ഷൻ, ആ കമ്മ്യൂണിറ്റി നിങ്ങളുടെ പോരാട്ടങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മറ്റുള്ള ഒരു അതിജീവിത ഉള്ള രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു വിമർശനാത്മകമായ ഒരു ചോദ്യമായിട്ട് ഇടുകയാണ്, കേരളത്തിൻ്റെ സന്യാസ സമൂഹങ്ങൾക്കുള്ളിൽ പലപ്പോഴും പിന്തുണയേക്കാൾ കൂടുതൽ എതിർപ്പ് ദൃശ്യമാകുന്നതായാണ് എനിക്ക് തോന്നുന്നത്. 2 മിനിറ്റ് കൊണ്ട് ചോദ്യത്തോടൊന്ന് പ്രതികരിക്കുക. ചോദ്യം കുറച്ച് നീണ്ടുപോയതുകൊണ്ട് അതിൻ്റെ ആ സുതാര്യത കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒന്നും കൂടി ഷോർട്ടായിട്ടൊന്ന്. വളരെ പർട്ടിക്കുലറായിട്ട് ഉള്ളൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ താമസിക്കുന്ന സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരെങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന സിസ്റ്റേഴ്സ് എന്നെ പുറത്താക്കാൻ സന്യാസ സഭയിൽ നിന്ന് ഓർഡറുമായിട്ട് വന്ന നല്ല ടീമാണ്. അപ്പം അവരെന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭക്ഷണം തരില്ല, എന്നോട് സംസാരിക്കില്ല, എന്നെ കാണാൻ ശ്രമിക്കാതിരിക്കും, പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഒരു കോൺവെൻറ്റിലെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാ ഫെസിലിറ്റീസും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. ഈവൻ ദൈവത്തെ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സക്രാരിയിൽ കർത്താവ് വസിക്കുന്ന ചാപ്പൽ, പരിശുദ്ധമായ ഭവനം വരെ ഓൾവേസ് പൂട്ടിയിട്ടാണ്.
അപ്പോൾ ഈ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സ് ചാപ്പിൽ സിസ്റ്റേഴ്സിനെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറയും, കർത്താവേ, ഇത്രക്കാലം ഞാനായിരുന്നു ഒറ്റയ്ക്ക്, ഇപ്പം നീയും ഒറ്റയ്ക്കായോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. മീൻസ് അവരെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടുകയാണ്. അപ്പോൾ അവർ എന്നോടുള്ള സമീപനം പറയാനാണെങ്കിൽ ധാരാളമുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ട് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഈ ഒരു സമൂഹത്തിൽ പുറത്ത് എൻ്റെ ഒരു സന്യാസ സഭാ സമൂഹം എല്ലാവരും ഇതേ പാറ്റേണാണ്. മറ്റുള്ളിടത്തൊക്കെ പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഓർഡർ ഉള്ളതുകൊണ്ട് വേറെ കമ്മ്യൂണിറ്റികളിലൊന്നും ഞാൻ പോയി പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ സമൂഹം തന്നെ അതിനൊരു തെളിവാണല്ലോ. പിന്നെ മറ്റ് സന്യാസിനികൾ ഒക്കെ എന്നെ അവർ ഒരു അധികാരികളുടെ കൂടെ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എവിടെ വെച്ചാണെങ്കിലും സംസാരിക്കും. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് കമ്മ്യൂണിറ്റിയിൽ മറ്റ് കോൺഗ്രിഗേഷനാണ് ഞാൻ പറയുന്നത്, വേറെ പേരിലുള്ള അവർക്ക് പല ആനുകൂല്യങ്ങളും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു ഐക്കണായതുപോലെ സിസ്റ്ററിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്കൊരു ബലമാണ്. ഈവൻ സന്യാസ സഭയിലെ പുരുഷന്മാരുടെ സന്യാസ സഭയിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഗ്രൂപ്പിസവും തഴയപ്പെടലും ഉയർത്തപ്പെടലും ഒക്കെയുണ്ട്. അപ്പോൾ അവർ വരെ പറഞ്ഞിട്ടുണ്ട് എന്നെ പേഴ്സണലി വിളിച്ചിട്ട്, ഞങ്ങൾക്ക് സിസ്റ്ററിൻ്റെ ഈ പോരാട്ടം ഒരു ബലമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തക രചനയിലൂടെയും പഠനത്തിലൂടെയും ഇൻ്റർവ്യൂകളിലൂടെയും ഇപ്പോൾ ഇവിടെ ഈ കോളേജിൽ വന്ന ഫെസ്റ്റിവലിൽ സംബന്ധിക്കുമ്പോഴും ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ, ഒരു സാമൂഹ്യ വിദ്യാഭ്യാസം തലച്ചോറിലേക്ക് നമ്മുടെ കേൾവിക്കാരിലേക്ക് കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ധരായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ അനുഭവങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിത അനുഭവവും അങ്ങനെ ഞാൻ എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ പിന്നെ അന്ധമായി പോകാതെ നേർവഴിക്ക് ചിന്തിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നമുക്കിനി അവശേഷിക്കുന്നത് 10 മിനിറ്റിൽ താഴെയാണ്. എനിക്ക് ടി ജോസഫ് സാറിനോട് കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ മോഡറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ചോദിക്കുന്നതിനേക്കാൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇവരോടൊക്കെ ചോദിക്കാനുണ്ടാവും. അപ്പം ഞാൻ ആ അവസാനത്തെ ക്വസ്റ്റ്യൻ റിസർവിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഡിയൻസിലേക്ക് ആ മൈക്ക് തരികയാണ്. ആർക്ക് ചോദിക്കാനുള്ളവർ പെട്ടെന്ന് കൈപൊക്കി ചോദിക്കാം. നിങ്ങളാരും ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ചോദ്യവുമായി സാറിലേക്ക് പോകും. ആരോടും ചോദിക്കാം കേട്ടോ. ഞാൻ ജോസഫ് സാറിനോടാണ് എൻ്റെ ചോദ്യം. സാറിന് ഇപ്പോഴും തീവ്രവാദവാദികളിൽ നിന്ന് ഭീഷണിയുണ്ടോ? ഇപ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിൽ സവിശേഷമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, സാറ് കോളേജിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യവും ചെയ്തിരുന്നത് എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡോക്യുമെൻ്ററി അങ്ങനത്തെ സംഗതികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സിനിമാ സംവിധാനം വരെ പഠിക്കാൻ സാറ് പോയി എന്നൊക്കെയുള്ള, അപ്പം അത് നേരിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് സാറ് അത് പഠിപ്പിക്കാൻ പോയിട്ടുള്ളതെന്നും അതുപോലെ വാല്യുവേഷനെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ട്. അത് ഞാൻ ഒരിക്കൽ ഇവിടെ വാല്യുവേഷൻ ക്യാമ്പിൽ അത് ഫോട്ടോകോപ്പി അല്ല, ഫോട്ടോ എടുത്തിട്ട് അത് പിന്നെ കോപ്പിറൈറ്റിൻ്റെ വയലേഷനാണെന്ന് അറിയാം, എന്നാലും ആ ഭാഗം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. ഇതെല്ലാവരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ അത്ര ആത്മാർത്ഥമായിട്ടാണ് സാറ് വാല്യുവേഷൻ നടത്തിയിരുന്നത് എന്നെനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ ഇപ്പോഴൊക്കെ വളരെ ആബ്സെൻ്റ് മൈൻഡഡ് ആയിട്ടാണ്, പലപ്പോഴും ഉദാസീനമായിട്ടാണ് വാല്യുവേഷനൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഇട്ടതിൻ്റെ പേരിൽ, അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മുഖത്ത് നോക്കാതായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. സാറ് ഈ ആദ്യത്തെ ചോദ്യത്തിന് പ്രതികരിച്ചാൽ നന്നായിരുന്നു. സാറ് അതിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ സാറിന് ആ തീവ്രവാദികളോടല്ല പ്രയാസം തോന്നിയിട്ടുള്ളതെന്നും തന്നെ ഒറ്റപ്പെടുത്തിയ സ്വന്തം സഭയോടും തൻ്റെ മാനേജ്മെൻറ്റിനോടും ഒക്കെയാണ് പ്രശ്നങ്ങൾ തോന്നിയിട്ടുള്ളത് എന്നൊക്കെ സാർ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സാറിൻ്റെ ഇപ്പോഴത്തെ അതേക്കുറിച്ചുള്ള മനോഭാവം എന്താണ് കൂടി? 2010 ജൂലൈ 4 മുതൽ എനിക്ക് പോലീസ് സംരക്ഷണം ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും അതിന് മുമ്പായിരുന്നു വേണ്ടത്. തീവ്രവാദികൾ എന്നെ ആക്രമിക്കാൻ 2-3 തവണ വന്നിട്ട് അത് നടക്കാതെ പോയ സന്ദർഭത്തിൽ മൂവാറ്റുപുഴ DYSPക്ക് ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് എഴുതി കൊടുത്തൊരു പരാതിയുണ്ട്. എൻ്റെ സ്വത്തിനും ജീവനും ഭീഷണിയായിട്ട് ചില ആളുകൾ ഇങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അതിക്രമിച്ച് കയറി എന്നെ അന്വേഷിച്ച് പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് അവരത് ആ പരാതിയിന്മേലൊരു കേസ് എടുക്കാൻ പോലും അന്ന് കൂട്ടാക്കിയില്ല.
3 തവണ വീട്ടിൽ വന്ന് ഒരു തവണ വീടിൻ്റെ മുറിക്കുള്ളിൽ എന്നെ തപ്പിപ്പോയതിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതിയിന്മേൽ കേസെടുക്കാൻ കൂട്ടാക്കാത്ത ഗവൺമെൻറ്റും പോലീസുമാണ് ഈ 16 വർഷമായിട്ട് എനിക്കിങ്ങനെ നിരന്തരം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല. എനിക്കിപ്പോൾ ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് അവർ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നഷ്ടബോധം തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനൊരു ആഡംബരമായിട്ട് കൊണ്ടുനടക്കുകയാണ്. ശരിക്ക് തീവ്രവാദികളെ എന്നല്ല എനിക്ക് ആരെയും തന്നെ ഭയമില്ല. നിങ്ങൾ പുറകിലൂടെ നോക്കിയാൽ അറിയാം, വലിയ ഗുണ്ടാ തലവന്മാരെ പോലെ കുറേ പേര് കണ്ണാടിയൊക്കെ വെച്ച് വന്ന് നിൽക്കുന്നു കണ്ടോ. അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ലോകം മുഴുവൻ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നോട് അനുഭാവമുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവരോടൊക്കെ സ്നേഹവും ഐക്യവും ഉള്ളപ്പോൾ എനിക്ക് ആരെ പേടിക്കാനാണ്? ആരെയും പേടിയില്ല. താങ്ക് യു. മറ്റ് ചോദ്യങ്ങൾ, മറ്റ് പാനലിസ്റ്റുകളുണ്ട്. മറ്റ് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദ്യം ചോദിക്കുക. നമുക്ക് 2-3 മിനിറ്റ് സമയം കൂടി അവശേഷിക്കുന്നുണ്ട്. ഞാൻ ഓഡിയൻസിന് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് സമയം ചുരുക്കി. സ്വാഭാവികമായിട്ടും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കൈകളൊന്നും ഉയർന്ന് കാണുന്നില്ല. കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അല്പം മുമ്പ് ഇവിടെ സംസാരിച്ച, ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ വ്യത്യസ്തരായ 4 അതിജീവിതരോടൊപ്പം 1 മണിക്കൂർ സമയം ചെലവഴിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ അവരോരോരുത്തരും അനുഭവിച്ച അവരുടെ ആത്മാഖ്യാനങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട രചനകളായി വന്നിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ഒരു വാക്കുകൂടി ഞാൻ ഈ കൺക്ലൂഷനിൽ പറയുകയാണ്. ടി ജെ ജോസഫ് സാറ് സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ സിസ്റ്റർ ജസ്മിയുടെ 9 പുസ്തകങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. അതിനകത്ത് കവിതയുണ്ട്, സാഹിത്യ വിമർശനമുണ്ട്, ആത്മകഥയുണ്ട്, എല്ലാ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ശ്രീ ജിജോ കുര്യാക്കോസ് വളർന്നു വരുന്ന ഒരു ഫിൽം മേക്കറാണ്. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയെ വിശേഷിപ്പിക്കുന്നത്. ഒരു ജീവിതം ഒരു ആക്ടിവിസമാക്കി മാറ്റിയ ഒരാളാണ്. വയനാട്ടിൽ നിന്നും ഇന്ന് ഇവിടെ സിസ്റ്റർ വളരെ യാത്ര ചെയ്താണ് ഇവിടെ എത്തി. എല്ലാവരും വളരെ യാത്ര ചെയ്താണ് എത്തിയത്. പ്രത്യേകിച്ചും ബസ്സിൽ ഒരു തിരക്കുള്ള ഒരു സെക്കൻഡ് സാറ്റർഡേ ചൂടടിച്ച് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഏതായാലും കോഴിക്കോട് ആർട്സ് കോളേജിലെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഈ സെഷൻ ഈ 4 അതിജീവിതരോടൊപ്പം നിങ്ങളോടൊപ്പം 1 മണിക്കൂർ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. പോരാട്ടങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമൊപ്പം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സഹപാനലിസ്റ്റുകൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓഡിയൻസ് ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് ഫോർ വണ്ടർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് സെക്ഷൻ. ഈ സെക്ഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്.